Welcome to English class. Today it is the second part of the Ballad of Father Gilligan, part 2. Let us listen. Katolo. He knelt and leaning on the chair. And in the first part we could see, who is this he? Father Gilligan, Peter Gilligan, Priest Gilligan. പുരോഹിതൻ, ഗില്ലിഗൻ എന്ന പുരോഹിതൻ സെൽഫ്ലെസ് സർവീസ് നടത്തി ക്ഷീണിതനായി ഒരു സന്ധ്യാസമയത്ത് തൻ്റെ കസേരയിൽ ഇരുന്ന് ഉറങ്ങിപ്പോയ അല്ലെങ്കിൽ ഉറക്കം തൂങ്ങിപ്പോയ പാവം പുരോഹിതൻ. ആ സമയത്താണ് എ മാൻ കെയിം ദർ ടു ടേക്ക് ഹിം ടു ഹിസ് ഹൗസ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് മരിക്കുന്നൊരു മനുഷ്യന് അന്ത്യകൂദാശ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ വന്നത്. ബട്ട് ഹി കുഡിൻറ്റ് ഗോ. അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. ഹി വാസ് വെരി സോ വെറി. ഹി വാസ് ടു ടയേർഡ് ടു ഗോ വിത്ത് ഹിം. അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ കഴിയാത്ത വിധം ക്ഷീണിതനായിരുന്നു. ആൻഡ് ഹി ഡിഡ്ന്റ് ഗോ. പോകാൻ കഴിഞ്ഞില്ല. Then what happened? Listen. He knelt. Kneel. മുട്ടുകുത്തുക. പാസ്റ്റ് ടെൻസ് ആണ് knelt. പാസ്റ്റ് പാർട്ടിസിപ്പിളും knelt തന്നെ. So he knelt. Who knelt? Whom? ആരുടെ മുന്നിലാണ് മുട്ടുകുത്തിയത്? പീറ്റർ ഗില്ലിഗൻ in front of the God. ദൈവത്തിനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. He knelt and leaning on the chair. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. In the next second he lay on the chair. അദ്ദേഹം കസാരയിലേക്ക് വീണുറങ്ങിപ്പോയി. He prayed and fell asleep. പ്രാർത്ഥിച്ചു and fell asleep. ഉറക്കത്തിലേക്ക് വഴുതി വീണുപോയി. That means the source of relief to the body and the mind. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആശ്വാസത്തിൻ്റെ സാധ്യതയാണ് ഉറക്കം. എസ്പെഷ്യലി വീക്ക് മൈൻഡ് ആൻഡ് വീക്ക് ബോഡി. മനസ്സ് ക്ഷീണിച്ചതാണെങ്കിൽ, ശരീരം ക്ഷീണിച്ചതാണെങ്കിൽ അറിയാതെ ഉറങ്ങിപ്പോകും. ദിസ് മാൻ വാസ് ടു ടയേർഡ് ടു സിറ്റ് അപ്പ്. ഇരിക്കാൻ പോലും കഴിയാത്ത വിധം ക്ഷീണിതനായിരുന്നു. That's why he knelt and leaning on the chair, he prayed and fell asleep. And the motover went from the fields. And the motover disappeared. ഗ്രാമത്തിലെ വയലുകളിൽ നിന്നും സായം സന്ധ്യ അപ്രത്യക്ഷമായി. And darkness spread. ഇരുട്ട് വ്യാപിച്ചു. സന്ധ്യ മയങ്ങി. സന്ധ്യ അപ്രത്യക്ഷമായി. ഇരുട്ട് വ്യാപിച്ചു. അതാണ് ഈ പരാമർശം. And the motover went from the fields, and stars began to peep, and dusk disappeared. സന്ധ്യ അപ്രത്യക്ഷമായി. Night appeared. രാത്രി പ്രത്യക്ഷപ്പെട്ടു. And the stars, they began to peep from the sky. ആകാശത്തിൻ്റെ ആ അനന്തതയിലിരുന്നു കൊണ്ട് നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് എത്തി നോക്കാൻ തുടങ്ങി. They began to open their eye, the stars. That means passing of the time. സന്ധ്യ അപ്രത്യക്ഷമായി, രാത്രി പ്രത്യക്ഷപ്പെട്ടു. മാത്രമല്ല ആകാശത്ത് നക്ഷത്രങ്ങൾ എത്തി നോക്കാൻ തുടങ്ങി. They slowly into millions grew and leaves shook in the wind. സന്ധ്യ പോയി, രാത്രി വന്നു, നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു, ഇളങ്കാറ്റ് വീശിത്തുടങ്ങി. The whispering breeze and the leaves began to shake in the wind. ആ ഇളങ്കാറ്റിൽ ഇലകൾ ആടി ഉലഞ്ഞു. And God covered the world with shade. ദൈവം ഭൂമിയെ ഇരുട്ടുകൊണ്ട് പൊതിഞ്ഞു. He covered the world. He covered the earth with shade, with dark shade. ഇരുട്ടുകൊണ്ട് രാത്രി കൊണ്ട് ഭൂമിയെ പൊതിഞ്ഞു.
and whispered to mankind. And the God whispered to mankind. ദൈവം മനുഷ്യരാശിയോട് മന്ത്രിച്ചു. My sons, my children, sleep, sleep. എൻ്റെ മക്കളെ ഉറങ്ങിക്കോളൂ, ഉറങ്ങിക്കോളൂ, വിശ്രമിച്ചോളൂ എന്ന്. So night is the time to sleep. Night is the time to take rest. Night is the time to sleep and take rest. ഉറങ്ങാനുള്ള, വിശ്രമിക്കാനുള്ള സമയമാണത്. ദൈവം ഭൂമിയെ ഇരുട്ടുകൊണ്ട് മൂടി. And God covered the world with shade and whispered to mankind. Mankind, മനുഷ്യരാശി. Upon the time of sparrow chip, so the night also disappeared. രാത്രിയും അപ്രത്യക്ഷമായി. The earth is rounding and rounding. ഭൂമി ഉരുണ്ടുകൊണ്ടേയിരിക്കുന്നു. ഭൂമി ഉരുണ്ടുകൊണ്ടേയിരിക്കുന്നു. പകല് സന്ധ്യയായി, സന്ധ്യ രാത്രിയായി, രാത്രി അർദ്ധരാത്രിയായി, ഇപ്പോഴിതാ വീണ്ടും പ്രഭാതമായി. And you know, the last moth hour, evening, at the time of Eve, at the moth hour of Eve, that great man, that poor old priest, Gilligan, എഴുന്നേറ്റ് നിന്നു. Notes the beginning of that day, the dawn. And he began to think about the previous day. അപ്പോഴാണ് ഓർമ്മ വന്നത്, വാട്ട് എ സിൻ ഐ ഹാവ് ഡൺ. എന്ത് പാപമാണ് ചെയ്തു പോയത്. സോ ഐ ഹാവ് ടു റീച്ച് ദർ. എനിക്കവിടെ എത്തണം. ഐ ഹാവ് ടു അപ്പോളജൈസ്. എനിക്കവരോട് മാപ്പ് ചോദിക്കണം. നോക്കൂ, മാവോൺ, ദ മാൻ ഹാസ് ഡൈഡ്. അയ്യോ, അയ്യോ, മാവോൺ, ദ എക്സ്പ്രഷൻ ഓഫ് സോറോ. നമ്മൾ മലയാളത്തിൽ അയ്യോ എന്ന് പറയുന്ന, അയ്യോ ആ മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ടാകും. ദാറ്റ് എക്സ്പ്രഷൻ ഈസ് മാവോൺ, ദ ലാറ്റിൻ term. മാവോൺ, ദ മാൻ ഹാസ് ഡൈഡ് വൈൽ ഐ സ്ലെപ്റ്റ് ഇൻ ദ ചെയർ. ഞാനിവിടെ കിടന്നുറങ്ങുമ്പോൾ, വാട്ട് എ സിന്നർ, എന്തൊരു പാപി. ഐ എം എ സിന്നർ. ഐ ജസ്റ്റ് സ്ലെപ്റ്റ് ഹിയർ ആൻഡ് ദാറ്റ് മാൻ ഡൈഡ്. അവരുടെ വിശ്വാസപ്രകാരം മരിക്കുന്ന മനുഷ്യൻ അന്ത്യകൂദാശ കിട്ടിയില്ലെങ്കിൽ സ്വർഗപ്രാപ്തി നിഷേധിക്കപ്പെടും. സോ ഹീ ബിക്കംസ് നോട്ട് ദാറ്റ് മാൻ, ദിസ് പ്രീസ്റ്റ് ബിക്കംസ് ദ സിന്നർ. സങ്കടത്തോടുകൂടി അയാൾ പോവുകയാണ്. മാവോൺ, ദ മാൻ ഹാസ് ഡൈഡ് വൈൽ ഐ സ്ലെപ്റ്റ് ഇൻ ദ ചെയർ. ഹീ റൗസ്ഡ് ഹിസ് ഹോഴ്സ്. അയാൾ കുതിരയെ തട്ടി ഉണർത്തി. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദ ടൈം ടു വേക്ക് അപ്പ്. ഉണരാനൊന്നും സമയമായിട്ടില്ല. അബൌട്ട് 3 o'clock in the morning. പ്രഭാതത്തിൽ 3 മണിയായി കാണും. ഹി റൗസ്ഡ് ഹിസ് സോൾസ് ഔട്ട് ഓഫ് ഇറ്റ്സ് സ്ലീപ്പ് ആൻഡ് റോഡ് വിത്ത് എ ലിറ്റിൽ കെയർ. ആൻഡ് കെയർലെസ്ലി ഹി റോഡ്. ദാറ്റ് പുവർ മാൻ, selfless serving man, the tired man, the old man didn't think about him. അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. എനിവേ ഹി വാണ്ടഡ് ടു റീച്ച് ദ ഹൗസ് ഓഫ് ദാറ്റ് ഡൈയിങ് മാൻ. എങ്ങനെയെങ്കിലും ആ മനുഷ്യൻ്റെ വീട്ടിലെത്തണം. മരിച്ചുപോയ ആ മനുഷ്യൻ്റെ വീട്ടിൽ. ഓൺലി ടു അപ്പോളജൈസ്, മാപ്പപേക്ഷിക്കാനായിട്ട്. ഹി റൗസ്ഡ് ഹിസ് horse out of its sleep and rode with little care. He rode now as he never rode. He has never ridden like this. ഇന്നേ വരെ ഇങ്ങനെ ഇത്ര വേഗത്തിൽ കുതിരയെ ഓടിച്ചിട്ടില്ല. യു നോ, ഹി ഈസ് നോട്ട് എ യങ്സ്റ്റർ. ഹി ഈസ് നോട്ട് എ ടീനേജർ. ഹി ഈസ് എൻ ഓൾഡ് പ്രീസ്റ്റ്, എ ടയേർഡ് പ്രീസ്റ്റ്. ആൻഡ് ദ ടൈം ഈസ് നൈറ്റ്, നോട്ട് ദ ഡേ ലൈറ്റ്. പകൽ വെളിച്ചം വന്നിട്ടില്ല. ദാറ്റ്സ് വൈ ഹി റൗസ്ഡ് ദ ഹോഴ്സ്. ആൻഡ് ദ ഹോഴ്സ് ഈസ് റൈഡിങ് ആൻഡ് റൈഡിങ് ആസ് ഹി ഡിറക്റ്റഡ്. അദ്ദേഹം നിർദ്ദേശിക്കുന്ന മാതിരി അതിവേഗത്തിൽ കുതിര ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹി റോഡ്, റൈഡിൻ്റെ പസ്റ്റ് ടെൻസാണ് റോഡ്. റൈഡ്, RIDE. Past tense rode, past participle ridden. He rode. Now as he never rode by rocky lane and fen, through that hilly way,
ത്രൂ ദ റോക്സ്, ദ ലെയിൻസ്, ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ, ആ ഇടവഴികളിലൂടെ, ആ ചതുപ്പ് നിലത്തിലൂടെ. ദാറ്റ് മീൻസ് ദ വേ വാസ് നോട്ട് അറ്റ് ഓൾ സ്മൂത്ത്. ദ പാത്ത് വാസ് നോട്ട് അറ്റ് ഓൾ സ്മൂത്ത്. വഴി ഒട്ടും ഗുണകരമായിരുന്നില്ല. ബട്ട് ഹി ഡിഡ്ന്റ് കെയർ ഇറ്റ്. പക്ഷെ അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചില്ല. ഹി നെവർ റോഡ് ആസ് ഹി നൗ റൈഡ്സ്. ഇപ്പോഴോടിക്കുമ്പോൾ അദ്ദേഹം ഇന്ന് വരെ ഓടിച്ചിട്ടില്ല. വിത്ത് ലിറ്റിൽ കെയർ, ദാറ്റ് മീൻസ് കെയർലെസ്ലി. He just cared the soul of that man. ആ മരിക്കുന്ന മനുഷ്യൻ്റെ, മരിച്ചുപോയ മനുഷ്യൻ്റെ ആത്മാവിനെക്കുറിച്ച് മാത്രമാണ് ചിന്ത. He failed himself to commit his own duty. സ്വന്തം കടമ നിർവഹിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോയി. And it's a foul, it's a crime. ഇതൊരു കുറ്റമാണ്, ഇത് തെറ്റാണ്, എസ്പെഷ്യലി ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്, പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ മുന്നിൽ. He rode now as he never rode, by rocky lane and fen. The sick man's wife opened the door, and he reached in front of the house of that man, that sick man. Previous day, he was a sick man. അതാണ് രോഗിയായ മനുഷ്യൻ എന്ന് പറഞ്ഞ്. ആ രോഗിയായ മനുഷ്യൻ്റെ ഭാര്യ വന്ന് വാതിൽ തുറന്നു. She opened the door. The sick man's wife opened the door, and she responded. അവർ പ്രതികരിക്കുകയാണ്. Father, പുരോഹിത, you come again? അങ്ങ് വീണ്ടും വന്നു. Yes, that's the twist of this poem. The theme. കവിതയുടെ തീമിൻ്റെ ട്വിസ്റ്റാണത്. പുരോഹിത, അങ്ങ് വീണ്ടും വന്നു. He hasn't come there. He couldn't go there. He didn't come there. അദ്ദേഹത്തിന് അവിടെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അവിടെ വന്നിട്ടില്ല. അദ്ദേഹം അതിനെ സാധിച്ചിട്ടില്ല. ബട്ട് വാട്ട് ഡസ് ദ വൈഫ് സേ? പക്ഷെ എന്നിട്ടും ഭാര്യ പറയുന്നത് എന്താണ്? ഫാദർ എക്സ്ക്ലമേറ്ററി കൊടുത്ത്, പുരോഹിത, അങ്ങ് വീണ്ടും വന്നുവോ? ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് അങ്ങ് വീണ്ടും വന്നുവോ? വെൽക്കം ടു യു. അങ്ങക്ക് സ്വാഗതം. ആൻഡ് ദിസ് ഈസ് ദ സ്ട്രേഞ്ച് എക്സ്പ്രഷൻ ദാറ്റ് കെയിം ഔട്ട് ഫ്രം ഹർ മൗത്ത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ വായിൽ നിന്നും വന്ന വാക്കുകൾ അതിവിചിത്രവും അസാധാരണമാണ്. വാട്ട് ഡസ് ഷീ സേ? വാട്ട് ഡസ് ഷീ സേ? എന്താണ് ഇവർ പറയുന്നത്? ഹി കുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ്. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. And without understanding anything, without realizing anything, without knowing anything, he stood there as a stone statue, ഒരു കൽപ്രതിമ പോലെ, അമേസിങ്, ആശ്ചര്യത്തോടെ, സർപ്രൈസ്ഡ്, ആശ്ചര്യപ്പെട്ടുകൊണ്ട് he stood there in front of that house. അദ്ദേഹം അവിടെ ആ വീടിന് മുന്നിൽ നിന്നു. Then this is the end of the second part. Let us continue in the third part, another 4 stanzas. Thank you for hearing.